ബങ്ങാട്ടുമുറി എൽ പി സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്ഥലത്ത് എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. സ്വാലിഹ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സ്വാലിഹ്, വിശദാംശങ്ങൾ. സ്വാലിഹ്, വിവരങ്ങളിലേക്ക് എത്താം. മങ്ങാട്ടുമുറി AMLP സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ അടച്ചുപൂട്ടിയിട്ടുള്ളത്. നേരത്തെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു. എങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമായിരുന്നു സ്കൂൾ അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ ദിവസം കോടതിയുടെ തീരുമാനം കൂടെ വന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സ്കൂൾ പൂട്ടാനുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ TP സെൻകുമാർ സമർപ്പിച്ച ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇന്ന് പരിഗണിക്കും. DGP സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അസ്ഥിരപ്പെടുത്തണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു. കേരള പോലീസ് ആക്ട് പ്രകാരം സേവനത്തിലെ പോരായ്മകൾ മൂലം പൊതുജന താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ DGP സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുവെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ പരാതികളോ ആരോപണങ്ങളോ തനിക്കെതിരെ ഉണ്ടായിട്ടില്ലെന്നാണ് സെൻകുമാറിന്റെ ഹർജിയിലെ വാദം. സുപ്രധാന പോലീസ് പദവികളിലിരിക്കെ ഉദ്യോഗസ്ഥരെ കുറഞ്ഞത് 2 വർഷം തുടരാൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് ലംഘിച്ചാണ് സർക്കാർ നടപടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. DGP സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി റാങ്കിനെയും ശമ്പള സ്കെയിലിനെയും ബാധിച്ചുവെന്നും സെൻകുമാർ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു. ഹർജി നേരത്തെ പരിഗണിച്ച കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറത്ത് മങ്ങാട്ടുമുറി LP സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു നടപടി. വിവരങ്ങളുമായി സ്വാലി ചേർന്നുണ്ട്. സ്വാലി, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങളും. സൗമ്യ, മലപ്പുറം കൊണ്ടോട്ടിയിലെ മങ്ങാട്ടുമുറി LP സ്കൂളാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ 28-ന് ഏറ്റെടുക്കാനെത്തിയ സ്കൂൾ അടച്ചുപൂട്ടാനെത്തിയവരെ പ്രതിഷേധക്കാർ തടഞ്ഞ് മടക്കി അയച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 7 മണിക്ക് സ്കൂൾ കുട്ടികൾ എത്തുന്നതിന് മുൻപ് തന്നെ AEO പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്ററെ വിളിച്ചു വരുത്തി സ്കൂൾ റെക്കോർഡുകൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തി. ഇത് വലിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് സ്കൂൾ രേഖകൾ AEO ഏറ്റെടുത്ത് മടങ്ങുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ഇപ്പോഴും സ്കൂൾ പരിസരത്ത് തന്നെ നിൽക്കുകയാണ്. സ്കൂൾ രേഖകളുമായി AEO മടങ്ങുകയും ചെയ്തിരിക്കുന്നു. വലിയ പ്രതിഷേധം വകവയ്ക്കാതെയാണ് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സ്കൂൾ അടച്ചുപൂട്ടുന്നത്. സൗമ്യ. സാലിഹ് മുഹമ്മദാണ് മങ്ങാട്ടുമുറി LP സ്കൂൾ അടച്ചുപൂട്ടി. മലാപ്പറമ്പ് സ്കൂളിൽ നിന്നുള്ള വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേർന്നുണ്ട്. വിനിഷ, സ്കൂൾ പൂട്ടാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, അല്പസമയത്തിനകം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഔദ്യോഗിക നടപടി തന്റെ കൃത്യനിർവഹണത്തിനായി AEO കുസുമം അല്പസമയത്തിനകം മലാപ്പറമ്പ് AEO സ്കൂളിൽ എത്തിച്ചേരും. അതോടുകൂടി കഴിഞ്ഞ 156 വർഷം പഴക്കമുള്ള മലാപ്പറമ്പ് സ്കൂളിന് ഇന്ന് താഴ്വീഴും. 2 ദിവസത്തെ സമയമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിലൂടെ മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടുകൊണ്ട് 2 ദിവസത്തെ സമയമാണ് സുപ്രീം കോടതി അനുവദിച്ചത്. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടരുതെന്ന സർക്കാരിന്റെ ആപ്പിൽ തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. 2 ദിവസത്തെ സമയമാണ് സുപ്രീം കോടതി ഈ മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനായി അനുവദിച്ചത്. ഈ 2 ദിവസത്തെ സമയം ഇന്നും നാളെ വൈകിട്ടുമാണ്. നാളെ വൈകിട്ടോടുകൂടി തന്നെ സ്കൂൾ അടച്ചുപൂട്ടി സ്കൂളിന്റെ ഡോക്യുമെന്റ്സും മറ്റ് അനുബന്ധ രേഖകളും DDയെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിനായാണ് ഇന്ന് AEO സ്ഥലത്തെത്തുക. AEO കുസുമം അല്പസമയത്തിനകം തന്നെ മലാപ്പറമ്പ് AUP സ്കൂളിലെത്തും. നമുക്കറിയാം, മലപ്പുറത്ത് മങ്ങാട്ടുവാലി സ്കൂൾ നേരത്തെ തന്നെ അടച്ചുപൂട്ടി കഴിഞ്ഞു. ഈ ഒരു പാത തന്നെ പിന്തുടർന്നാവും കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂളും അടച്ചുപൂട്ടുക. വലിയൊരു ജനകീയ സമരം മലാപ്പറമ്പ് AUP സ്കൂളിന് മുൻപിൽ ഇപ്പോൾ നടന്നു വരികയാണ്. കഴിഞ്ഞ 56 ദിവസമായി മലാപ്പറമ്പ് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് സ്കൂളിന് മുൻപിൽ പന്തൽ കെട്ടി സമരം ആരംഭിച്ചു വരികയാണ്. ഈ സമരം ഇന്നും തുടരുന്നു. ഒപ്പം SFIയുടെ നേതൃത്വത്തിൽ, SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ മലാപ്പറമ്പ് AUP സ്കൂളിന് മുന്നിൽ സമരം നടത്തി വരുന്നു. മുദ്രാവാക്യം വിളിച്ച് ഈ ഒരു സ്കൂൾ പൂട്ടലിനെതിരായിട്ടുള്ള നടപടിയെ ഇവർ ചെറുക്കുകയാണ്. AEO കുസുമം തന്റെ ഔദ്യോഗിക നടപടികൾ
നിർവഹിക്കാനായി സ്കൂളിലെത്തുമ്പോൾ അദ്ദേഹത്തെ തടയുക എന്നതാണ് ഇപ്പോൾ ജനകീയ സമിതിയുടെ തീരുമാനം. അത്തരത്തിൽ ഈ ഒരു തടയൽ ജനകീയ സംരക്ഷണ സമിതി തീർക്കുന്ന ഒരു പ്രതിരോധം മുതൽ കടന്ന് AEO കുസുമത്തിന് സ്കൂൾ അടച്ചു പൂട്ടാനാകുമോ എന്ന കാര്യം മാത്രമേ ഇനി നോക്കി കാണേണ്ടതുള്ളൂ. കാരണം കഴിഞ്ഞ തവണ AEO സ്കൂൾ അടച്ചു പൂട്ടാനായി സ്കൂളിലെത്തിയപ്പോൾ ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു പ്രതിരോധം മൂലം തിരിച്ചു പോവുകയാണ്. തനിക്ക് കൃത്യനിർവഹണം നടത്താനായില്ല എന്ന് എഴുതി കൊടുത്ത് അദ്ദേഹം മടങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തവണ സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. പോലീസിന്റെ സംരക്ഷണയോട് കൂടി തന്നെയാണ് AEO സ്ഥലത്തെത്തുക. ഇപ്പോൾ തന്നെ ചേവായൂരിൽ നിന്നുള്ള നടക്കാവിൽ നിന്നുള്ള നിരവധി പോലീസുകാർ മലപ്പറമ്പ് AUP സ്കൂളിന് മുന്നിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സംരക്ഷണയിലാകും AEO ഇന്ന് മലപ്പറമ്പ് സ്കൂളിലെത്തുക. അതിനാൽ തന്നെ ജനങ്ങളുടെ ഈ ഒരു ജനകീയ പ്രതിരോധം എത്രത്തോളം ഫലവത്താകും എന്നാണ് ഇനി നോക്കി കാണാനുള്ളത്. മലപ്പുറത്ത് സ്കൂൾ അടച്ചുപൂട്ടിയപ്പോൾ ജനകീയ പ്രതിരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ജനകീയ പ്രതിരോധത്തിനെ മറികടന്ന് AEO സ്കൂൾ അടച്ചുപൂട്ടുകയായിരുന്നു. അത്തരത്തിൽ ഒരു നടപടി തന്നെയാകും മലപ്പറമ്പ് AUP സ്കൂളിലും നടക്കുക. കാരണം ഇത് ഇന്ന് കൃത്യനിർവഹണം നടത്തിയില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമായി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ AEO സ്ഥലത്തെത്തി തന്റെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കാനാകും ഇന്ന് സാധ്യത. സൗമ്യ. ബിനിഷ, സ്വാഭാവികമായും മകാണ്ടുപുറയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമായിരുന്നു നടപടികളുമായി മുന്നോട്ട് പോയത്. ഈ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീർത്ത ആ ഒരു ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യങ്ങൾ തന്നെയാണോ ഇപ്പോൾ ഉള്ളത് മലപ്പുറമിനെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാദമുണ്ട്. മാർച്ച് 29 ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. മലപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടണമെന്ന രീതിയിലുള്ള ഹൈക്കോടതി ഉത്തരവ് മാർച്ച് 29 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനാൽ തന്നെ ഈ അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞു, ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. 58ഓളം കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വലിയ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ മലപ്പറമ്പ് സ്കൂൾ പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകുമോ എന്ന തരത്തിൽ വലിയൊരു ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കൊല്ലം വാളകത്ത് ആക്രമണത്തിനിരയായ അധ്യാപകന് സസ്പെൻഷൻ. സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് കാണിച്ചാണ് സസ്പെൻഷൻ. സ്കൂൾ മാനേജർ R. ബാലകൃഷ്ണപിള്ളയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ഇതിന് ഒരു സ്വകാര്യ അന്യായം പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. ആദ്യം തന്നെ ചിലർ ഇതിൽ പരാതി നൽകിയിരുന്നു. കൃഷ്ണകുമാർ B.Ed സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും ഇത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. 2012 മുതൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികളാണ് ഇത്തരത്തിൽ നൽകിയിരുന്നത്. ഇത് പരിശോധിച്ച കൊട്ടാരക്കര DEO ഇതിൽ സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്നും ഇത് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇത് കേസ് മടക്കിയിരുന്നതാണ്. അതേസമയം അഞ്ചൽ പോലീസിൽ ഏറ്റവും ഒടുവിൽ നൽകിയ പരാതിയും പോലീസ് അന്വേഷണത്തിൽ ഇതിൽ പരാതിക്ക് ആധാരമായി ഒന്നും തന്നെ ഇല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നില്ല. തുടർന്നാണ് പുനലൂർ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കേസെടുത്തിട്ടുണ്ട്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്ലാൻ KER പ്രകാരം സ്കൂൾ മാനേജർ കൂടിയായ ബാലകൃഷ്ണപിള്ള അധ്യാപകൻ കൃഷ്ണകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഈ മാസം 2-ാം തീയതി ആയിരുന്നു സസ്പെൻഷൻ. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനം ഇന്നുണ്ടാകും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. സെക്രട്ടേറിയറ്റിന്റെ തുടർച്ചയായി 10, 11 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരും. മധുര കലാപത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കും. ദില്ലി BJP വക്താവ് അശ്വനി ഉപാധ്യായയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. CBI അന്വേഷണത്തിലൂടെ മാത്രമേ കലാപത്തിനിടയാക്കിയ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഹർജിക്കാരന്റെ വാദം. കേസിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. റിസർവ് ബാങ്ക് ഇന്ന് പുതിയ വായ്പാ നയം പ്രഖ്യാപിക്കും. മുഖ്യ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകാനിടയില്ല. മുംബൈയിലെ റിസർവ് ബാങ്ക് ആസ്ഥാനത്ത് ചേർന്ന വായ്പാ നയ അവലോകന യോഗത്തിന് ശേഷമാണ് പുതിയ വായ്പാ നയം പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന റിസർവ് ബാങ്ക് വായ്പാ നയ അവലോകന യോഗം റിപ്പോ നിരക്കിൽ 0.25% കുറവ് വരുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ചേരുന്ന ദ്വൈമാസ വായ്പാ നയ അവലോകന യോഗം പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ ഇടയില്ല.
ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതും പണപ്പെരുപ്പ നിരക്ക് 5.39% വർദ്ധിച്ചതും ഇനിയും കൂടാനുള്ള സാധ്യതയും മുന്നിൽ കണ്ട് റിപ്പോ നിരക്ക് 6.5% നിലനിർത്താനാണ് സാധ്യത. സാമ്പത്തിക വളർച്ച 7.9% എന്ന ആശാവഹമായ നിലയിലേക്ക് നീങ്ങിയതും പലിശ നിരക്കുകൾ കുറയ്ക്കാതിരിക്കുന്നതിനുള്ള കാരണമാകും. മൺസൂൺ മഴ ലഭിക്കുന്നതിന്റെ തോതുകൂടി പരിശോധിച്ചതിന് ശേഷം ഓഗസ്റ്റ് മാസം ചേരുന്ന വായ്പാ നയ അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന നിലപാടായിരിക്കും റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം കരമന കളിയിക്കവില പാതയുടെ നിർമ്മാണ പുരോഗതി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ വിലയിരുത്തി. കൈമനം മുതൽ വഴിമുക്ക് വരെ സഞ്ചരിച്ച പാതയുടെ നിർമ്മാണ പുരോഗതിയും തുടർ പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച ചെയ്തു. പാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നലുകളുടെ പരീക്ഷണ പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. ബാലരാമപുരം വഴിമുക്ക് മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങളും മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്ലാസ്റ്റിക് വിമുക്ത ശബരിമല എന്നതാണ് ഈ തീർത്ഥാടന കാലത്തെ സർക്കാരിന്റെ മുദ്രാവാക്യമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇത്തവണത്തെ ശബരിമല സീസണിന് മുമ്പായി നടത്തേണ്ട ഒരുക്കങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി തുടരും. ശബരിമലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള റോപ്പ് വേയുടെ ശിലാസ്ഥാപനം ഉടൻ നടത്തുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. പ്ലാസ്റ്റിക് ഫ്രീ ശബരിമല എന്നുള്ളതാണ് ഈ സീസണിലെ നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ക്ലീനിങ്ങിനെ സംബന്ധിച്ചല്ലേ, ഇപ്പോൾ ക്ലീനിങ്ങിന് നമ്മുടെ അവിടെ ഒരു ഏജൻസി ഉണ്ട്. അവിടെ കളക്ടർ ചെയർമാൻഷിപ്പിൽ ഏതാണ്ട് 800ഓളം വരുന്ന ജീവനക്കാർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ കുടിവെള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ 3.6 കോടി രൂപ അനുവദിച്ചു. വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായാണ് ശബരിമലയിലെ ഒരുക്കങ്ങൾ സംബന്ധിച്ച പ്രാഥമിക ചർച്ച നടത്തിയത്. അടുത്ത മാസം ആദ്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേരുമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പമ്പാ നദിയിലെ മലിനീകരണത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം പമ്പയിൽ സന്ദർശനം നടത്തി. ഗംഗാനദിയുടെ മാതൃകയിൽ പമ്പാ നദി സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് സന്ദർശന ലക്ഷ്യം. സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ ചീഫ് എഞ്ചിനീയർ JC അയ്യരുടെ നേതൃത്വത്തിലുള്ള 3 സംഘമാണ് പമ്പയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയത്. പമ്പാ നദിയിലെ മലിനീകരണത്തെക്കുറിച്ച് പഠിക്കാനായാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് വിദഗ്ധ സംഘത്തെ പത്തനംതിട്ടയിലേക്ക് അയച്ചത്. പമ്പ മുതൽ കുട്ടനാട് വരെ നീണ്ടുകിടക്കുന്ന പമ്പയെ സംരക്ഷിക്കാൻ മുമ്പ് നടപ്പാക്കിയിരുന്ന പമ്പ ആക്ഷൻ പ്ലാൻ നിർജീവമായിരുന്നു. ഇതേ തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് പഠന സംഘത്തെ അയച്ചത്. വസ്തുതകൾ പഠിച്ച വിശദമായ റിപ്പോർട്ടാകും സമർപ്പിക്കുകയെന്ന് സംഘത്തലവൻ JC അയ്യർ പറഞ്ഞു. പഠന സംഘം 3 ദിവസം സംസ്ഥാനത്ത് തുടരും. ശബരിമല, പമ്പ, ആറന്മുള എന്നിവിടങ്ങളിൽ നേരിട്ട് നടത്തുന്ന പഠനത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാവും ഇവർ കേന്ദ്രത്തിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. കേന്ദ്ര സംഘത്തോടൊപ്പം രാജ്യസഭാംഗം സുരേഷ് ഗോപി MP പമ്പ നദീതീരത്തെ സന്ദർശനത്തിൽ പങ്കെടുത്തു. പമ്പയുടെ കൈവഴികളുടെ പുനരുജ്ജീവനം, വിപുലമായ ശുചീകരണം, കുന്നുകളുടെയും വയലുകളുടെയും സംരക്ഷണം, മാലിന്യം വ്യാപകമായ തോതിൽ തള്ളുന്നതിനുള്ള നിയന്ത്രണം തുടങ്ങിയവ ഉൾപ്പെടുത്തിയാവും പുതിയ പദ്ധതിക്കായുള്ള പഠന റിപ്പോർട്ട് സമർപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. KPCCയിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവമായ സാഹചര്യത്തിൽ VM സുധീരൻ, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി KPCC പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് പരാജയ കാരണം ഭരണ നേതൃത്വത്തിന് വീഴ്ചയാണെന്ന സുധീരൻ ഹൈക്കമാൻഡിനെ അറിയിക്കും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എപ്പോഴേക്കായിരിക്കും ചർച്ചകൾ നടക്കുക? നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, VM സുധീരൻ ഇപ്പോൾ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം കൂടിക്കാഴ്ച ആരംഭിക്കും. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനുള്ള കാരണം ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകും സുധീരൻ ഉപാധ്യക്ഷൻ മുമ്പാകെ ചൂണ്ടിക്കാട്ടുക. കൂടാതെ മറ്റു കാര്യങ്ങൾ ഉള്ളത് ഇതിൽ പ്രധാനമായും നിലവിൽ കോൺഗ്രസ് KPCC യോഗത്തിലടക്കം ഉയർന്ന കാര്യങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നിലവിൽ KPCC നേതൃത്വത്തിന്റെ ഒരു മാറ്റമാണ് ആവശ്യം എന്ന കാര്യങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഭരണ നേതൃത്വത്തിന്റെ വീഴ്ച തന്നെയാണ് കാരണമെന്ന് തന്നെയാകും സുധീരൻ ഈ കോൺഗ്രസ് ഉപാധ്യക്ഷൻ മുമ്പാകെ ചൂണ്ടിക്കാട്ടുക എന്നാണ് അറിയുന്നത്. നിലവിൽ ഇക്കാര്യം മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം. സുധീരൻ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയെ കാണും.
സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സമരം ആരംഭിച്ചു. സാമ്പത്തിക നഷ്ടം പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് നീക്കങ്ങൾ തടയുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. കിരാലൂർ സ്കൂൾ വീണ്ടും തുറക്കുന്നതുവരെ സമരം തുടരാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ സ്കൂൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരം ആരംഭിച്ചത്. കവി രാവുണ്ണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. 82 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ കച്ചവട താൽപര്യങ്ങൾക്ക് വേണ്ടി അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ സ്ഥലം ഏറ്റെടുക്കാനോ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങാനോ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ നിലപാടാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. അടച്ചുപൂട്ടിയ സ്കൂളിൽ ജൂൺ 1 പ്രതിഷേധ സൂചകമായി തെരുവോരത്ത് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളും അധ്യാപകരും എല്ലാ ദിവസവും സ്കൂളിലെത്തുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർക്കാൻ രക്ഷിതാക്കൾക്കാവുന്നില്ല. വിജയം വരെ സമരം തുടരാനാണ് മാതാപിതാക്കളുടെയും തീരുമാനം. സാമ്പത്തികം ബുദ്ധിമുട്ട്, പിന്നെ ഇതുപോലെ ടീച്ചർമാരെ വേറെ എവിടെയും കിട്ടില്ല. സമരം വിജയിക്കണവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടുന്ന് എവിടെയും പോണില്ല. സ്കൂൾ വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ 31 വിദ്യാർത്ഥികളും ദിവസേന ക്ലാസ്സിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടാറ്റ ഭൂമി പ്രശ്നത്തിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് തിരിച്ചടി. മൂന്നാറിൽ ടാറ്റയുടെ കൈവശ ഭൂമിയിൽ 5% ടൂറിസം ആവശ്യത്തിന് കമ്പനിക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകി കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സർക്കാർ അപ്പീൽ ഫയൽ സ്വീകരിച്ചാണ് കോടതി കമ്പനിക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മൂന്നാറിൽ ടാറ്റ കൈവശം വെച്ചിരിക്കുന്ന 24 ബംഗ്ലാവുകൾ ടൂറിസം ആവശ്യങ്ങൾക്ക് കമ്പനിക്ക് ഉപയോഗിക്കാമെന്ന് കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. 2010 കമ്പനിയുടെ നീക്കം അന്നത്തെ LDF സർക്കാർ തടഞ്ഞിരുന്നു. ഇതിനെതിരെ കമ്പനി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും കമ്പനിക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു. തോട്ടങ്ങളുടെ 5% ടൂറിസം ആവശ്യങ്ങൾക്കായി തരം മാറ്റാമെന്ന കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിയമഭേദഗതി ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്പനിയുടെ പ്രധാന വാദം. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ച് കമ്പനിക്ക് അനുകൂലമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബംഗ്ലാവുകളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും കൂടാതെ കമ്പനിക്ക് ഇവ ടൂറിസം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. ഭൂമി സർക്കാരിന്റേതാണെന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സർക്കാരിന് നൽകേണ്ടി വരുമെന്ന വ്യവസ്ഥയും ഉത്തരവിലുണ്ട്. ഇടക്കാല ഉത്തരവ് കമ്പനിക്ക് അനുകൂലമാണെങ്കിലും ടൂറിസം പദ്ധതി ആരംഭിക്കാൻ കമ്പനിയുടെ യഥാർത്ഥ രേഖകളടക്കം പഞ്ചായത്തിൽ ഹാജരാക്കി ലൈസൻസ് വാങ്ങേണ്ടതുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് കമ്പനിയും സർക്കാരും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് ലൈസൻസ് നൽകാനിടയില്ല. ഇത് പുതിയ നിയമപ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക. ലെസ്ലി ജോൺ, ഇടുക്കി. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇറാഖിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ ആളുകളെ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലം കണ്ടെത്തി. ഫലൂജിയയിലെ സഖ്ലാവിയയിൽ നടത്തിയ സൈനിക നടപടിക്കിടെയാണ് കണ്ടെത്തൽ. ഏകദേശം 400ഓളം പേരെ കൂട്ടമായി സംസ്കരിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. യൂറോ കപ്പിനിടെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഫ്രഞ്ച് പൗരൻ ഉക്രൈൻ പോലീസ് കസ്റ്റഡിയിൽ. കഴിഞ്ഞ മാസം പോളണ്ട് അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് ഉക്രൈൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. 2019 രാജ്യത്തെ ട്രെയിനുകളിൽ 1,40,000 ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കുമെന്ന് റെയിൽവേ. എല്ലാ കോച്ചുകളിലും ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനാണ് റെയിൽവേയുടെ തീരുമാനമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ AK മിത്തൽ പറഞ്ഞു. കേരളത്തിൽ വ്യാഴാഴ്ച കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അറബിക്കടലിലെത്തിയ കാലവർഷം കേരള തീരത്തെത്താൻ 2 ദിവസം കൂടിയെടുക്കും.